നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പള്ളിക്കാർക്കോ മഹല്ലുകാർക്കോ അങ്ങാടിയിലുള്ള ആളുകൾക്കൊന്നും ഉത്തമനായിട്ട് കാര്യമല്ലോ. പിന്നെ ആർക്കാ ഉത്തമനാവണ്ടേ? പൊരയുള്ള പെണ്ണിനെ. പൊരയിലുള്ള പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ, അവൾക്ക് ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അവളിൽ ഒരു നന്മയെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും. ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ പൊരയിൽ പ്രശ്നം ഉണ്ടാവുക ഇല്ലേ? ഒരു പ്രശ്നം, ഒരു ന്യൂനത ഒക്കെ കാണുമ്പോൾ നോക്കിയുള്ള ഒരു നന്മനെ കുറിച്ച് ആലോചിച്ചാൽ പോരെ, അത് സാരമല്ല, എന്തൊക്കെ പറഞ്ഞാലും ഓൾ ഇങ്ങനെയാണല്ലോ, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഹബീബ് വീണ്ടും വീണ്ടും ഉണർത്തിയത്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് കുട്ടികൾ ആകെ എവിടെ കാണുള്ളൂ? റീൽസിൽ, പിന്നെ ഷോർട്സിൽ. റീൽസിലും ഷോർട്സിലും ഇഷ്ടം പോലെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. അത് ഹറാമായ സ്നേഹബന്ധങ്ങളിലല്ല പ്രിയപ്പെട്ടവരെ കുട്ടികൾ കാണേണ്ടത്. വീട്ടിൽ ഉമ്മയും വാപ്പയും പരസ്പരം ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ, ഉമ്മയും വാപ്പയും പരസ്പരം സ്നേഹിക്കുന്നത് കാണുമ്പോൾ, എൻ്റെ ഉപ്പാനെ കെട്ടിയെന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരിതം എന്ന് പറയാത്തൊരു ഉമ്മ ഉണ്ടാവുമ്പോൾ, എൻ്റെ ഉമ്മ എൻ്റെ തലയിൽ കയറി അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്ന് പറയാത്ത വാപ്പ ഉണ്ടാവുമ്പോൾ കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവും അല്ലേ? ഇത് പൊരയിൽ ഉമ്മയും വാപ്പയും കീരിയും പാമ്പും കണ്ടമായിരിക. എന്നിട്ട് 10-28 വയസ്സായ കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും, പൊന്നാര ഡോക്ടർ റേറ്റിങ്ങളൊന്ന് കെട്ടിച്ചേരുമെന്ന് ചോദിച്ചിട്ട്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ? കാരണം മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണ മാതൃക വീട്ടിലാ. എന്തിനാ പൊന്നാര ഡോക്ടറെ വേലിയമ്മ കിടക്കണ പാമ്പിനെടുത്ത് തലയിലിടുന്നതെന്ന് കുട്ടികൾ ചോദിക്കലുണ്ട്. കാരണം ഉമ്മയും വാപ്പയും കലഹിക്കുന്നതും ബഹളം വെക്കുന്നതും കണ്ട് മടുത്ത കുട്ടികൾ വിവാഹമേ അബദ്ധമാണെന്ന് മനസ്സിലാക്കും, ഇതൊരു അടിമത്തമാണെന്ന് മനസ്സിലാക്കും. നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയതിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്നത്. ആർക്കും കെട്ടണ്ട.